മോഹൻലാലിന്റെ റിലീസിനൊരുങ്ങുന്ന 3 ചിത്രങ്ങളിൽ തുടരും എന്ന ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം മോഹൻലാൽ ഒരു സാധാരണക്കാരന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അതുകൂടാതെ പ്രേക്ഷകരുടെ ഇഷ്ടത്തിനൊത്തുള്ള ഒരു കഥാപാത്രവും കഥാപരിസരവും ഒക്കെ സൃഷ്ടിക്കുകയാണ് സംവിധായകനും ചിത്രത്തിന് അണിയറ പ്രവർത്തകരും. അതിനൊപ്പം തന്നെ ഗാനങ്ങൾക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം എത്തുന്നത് എക്കാലത്തെ മികച്ച 2 കോംബോകളാണ്, മോഹൻലാലും MG ശ്രീകുമാറും. ആ ഒരു കൂട്ടുകെട്ട് തുടരും എന്ന ചിത്രത്തിലും ഉണ്ട് എന്നത് പ്രേക്ഷകർക്ക് വീണ്ടും സന്തോഷം നൽകുന്ന കാര്യമായി മാറി. മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രത്തിൽ മോഹൻലാലിന് വേണ്ടി ഗാനം ആലപിച്ചത് MG ശ്രീകുമാറാണ്. സംഗീത സംവിധായകൻ ജേക്സ് ബിജോയിയാണ് ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ആരാധകരുടെ പ്രിയ ജോഡികളായ മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ഈ ചിത്രത്തിൽ മലയാളികളുടെ ഏറ്റവും പ്രിയങ്കര കോംബോ കൂടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയാണ്. മോഹൻലാലിനായി MG ശ്രീകുമാർ ആലപിച്ച അനേകം ഹിറ്റ് ഗാനങ്ങൾക്കൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ട്രാക്കിന്റെ അണിയറയിലാണ് ജേക്സ് ബിജോയ് എന്ന് അറിയിച്ചു. ജേക്സിന്റെ വാക്കുകൾ വരാനിരിക്കുന്ന ലാലേട്ടൻ നായകനായ തുടരും എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ സാറുമായി സഹകരിക്കുക എന്നത് ശരിക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം മലയാള സിനിമയുടെ തലമുറകളെ നിർവചിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടനൊപ്പം കാലാതീതമായ മാന്ത്രികത സൃഷ്ടിച്ചു. ഇപ്പോൾ ഈ പൈതൃകത്തിന്റെ ഭാഗമാകുന്നത് ഈ ഇതിഹാസ ജോഡിക്ക് വേണ്ടി ഒരു മ്യൂസിക് ട്രാക്ക് കൂടി ഒരുക്കുന്നത് ഒരു ബഹുമതിയും അനുഗ്രഹവുമാണ്. സ്പെഷ്യൽ ഐറ്റത്തിനായി കാത്തിരിക്കും. ഇത് നേരെ ഹൃദയത്തിൽ നിന്നുള്ള ലളിതമായ ഒന്നാണ്. തരൺമൂർത്തിക്കും രജപുത്ര വിഷ്വൽ മീഡിയയ്ക്കും നന്ദി. ജേക്സ് ബിജോയുടെ വാക്കുകൾ ഇതായിരുന്നു. അപ്പോൾ നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് ഒരു ഗംഭീര ഗാനമായിരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. മോഹൻലാലും ശോഭനയും ഒന്നിച്ച നൊസ്റ്റാൾജിക് ഗാനങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ പ്ലേലിസ്റ്റ് ഭരിക്കുന്നതാണ്. അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ഗാനമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. MG ശ്രീകുമാറിനൊപ്പമുള്ള സ്റ്റുഡിയോയിൽ നിന്നുള്ള ചിത്രങ്ങളും ജേക്സ് ബിജോയ് പങ്കുവച്ചു. ഒരു കൂട്ടം കൊച്ചു ഗായകരും MG ശ്രീകുമാറിനൊപ്പം ഈ ട്രാക്കിന്റെ ഭാഗമാകുന്നുണ്ട്. മോഹൻലാലിന്റെ കരിയറിലെ 360ാമത്തെ ചിത്രമാണിത്. ശോഭനയാണ് ചിത്രത്തിലെ നായിക. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ച് എത്തുന്നത്. രജപുത്രയുടെ ബാനറിൽ M രഞ്ജിത്താണ് നിർമ്മാണം. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഗാനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മലയാള സിനിമയിൽ അങ്ങനെ ഗംഭീര റൊമാൻറ്റിക് ഗാനങ്ങൾ പിറന്നിട്ട് കുറച്ചു നാളായി. അങ്ങനെ നോക്കുമ്പോൾ ബോളിവുഡിൽ മികച്ച സിനിമകൾ സമ്മാനിക്കുന്ന ഒരു സംവിധായകനുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഗാനങ്ങൾ എന്നും ശ്രദ്ധിക്കപ്പെടുന്നവയാണ്. ഇന്നും പ്രേക്ഷകരുടെ പ്ലേലിസ്റ്റുകളിൽ അദ്ദേഹം ഒരുക്കിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഭരിക്കുന്നുണ്ട്. ആ സംവിധായകൻ മലയാളത്തിന്റെ ഒരു നായകനെ വെച്ച് സിനിമ ചെയ്ത് ഗംഭീര ഗാനങ്ങൾ നമുക്ക് തന്നാലോ, AR റഹ്മാൻ തന്നെ മ്യൂസിക് ചെയ്യാൻ എത്തിയാലോ എന്നതൊക്കെ ഒരു കൗതുകമായി ചോദിക്കുമ്പോൾ നടൻ ഫഹദ് ഫാസിൽ ഹിന്ദിയിലേക്ക് എത്തുകയാണ്. ഫഹദ് ഫാസിലിനെ നായകനാക്കി സിനിമ ഒരുക്കാൻ പോകുന്നത് ബോളിവുഡിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ ഇംതിയാസ് അലിയാണ്. നടൻ ഫഹദ് ഫാസിൽ ഇന്ത്യ സിനിമയിലേക്ക് ചുവടുവയ്ക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ജബ് വി മെറ്റ്, തമാശ, റോക്ക് സ്റ്റാർ എന്നീ സിനിമകളിലൂടെ സിനിമാ പ്രേമികളുടെ മനം കവർന്ന ഇംതിയാസ് അലിക്കൊപ്പമാണ് ഫഹദ് ബോളിവുഡിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നത്. തൃപ്തി ദിമ്രിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ചിത്രത്തിന്റെ പേരും മറ്റു വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇഡിയറ്റ്സ് ഓഫ് ഇസ്താംബുൾ എന്നാണ് സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര് എന്നാണ് പിങ്ക് വില്ല പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പറയുന്നത്. റൊമാൻറ്റിക് കോമഡി ജോണറിൽ ഒരുങ്ങുന്ന സിനിമയിൽ തുർക്കിയിലെ ഏറ്റവും വലിയ നഗരത്തിലേക്കുള്ള 2 കഥാപാത്രങ്ങളുടെ യാത്രയുടെ കഥയാണ് പറയുന്നത്. ഇന്ത്യയിലും യൂറോപ്പിലുമായി 3 മാസം കൊണ്ടാകും സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാവുക. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ചിത്രം 2025 അവസാനത്തോടെ തിയേറ്ററിലേക്ക് എത്തും. ഇംതിയാസ് അലിയുടെ നിർമ്മാണ കമ്പനിയായ വിൻഡോ സീറ്റ് ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. അമർ സിംഗ് ചംകീല എന്ന സിനിമയാണ് അവസാനമായി പുറത്തിറങ്ങിയ ഇംതിയാസ് അലി ചിത്രം. പരിണിതി ചോപ്ര, ദിൽജിത്ത് ദോസഞ്ച് എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത്. പഞ്ചാബി മ്യൂസീഷ്യനായ അമർ സിംഗ് ചംകീലയുടെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്ത ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. സുകുമാർ സംവിധാനം ചെയ്ത അല്ലു അർജുൻ നായകനായ പുഷ്പ 2 ആണ് അവസാനം പുറത്തിറങ്ങിയ ഫഹദ് ഫാസിൽ ചിത്രം. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഇതിനോടകം ചിത്രം 800 കോടിക്ക് മുകളിൽ പുഷ്പ നേടിക്കഴിഞ്ഞു. ഇതിൽ ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന വില്ലൻ വേഷത്തിലാണ് ഫഹദ് എത്തിയത്.